കൂടുതലുണ്ടാകുന്നുണ്ടല്ലോ, ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുക. തെരുവിൽ കാണുന്ന പട്ടീനെയൊക്കെ എന്ത് കാണിച്ചിട്ടാണേലും ദയാവധം എന്നൊന്നും പറയാൻ പറ്റിയില്ല. അതിനൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞാണ്. തായ്ലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ പട്ടീനെയൊക്കെ അവർ കറി വെച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടാകുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. പട്ടി പാമ്പൊക്കെ അവരവിടെ നിന്ന് ഈ ചുട്ട് കഴിച്ചൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് കഴിക്കും. ഇവിടെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടർ പറഞ്ഞാൽ ഈ പട്ടി മാംസം ക്യാൻസറിന് ഉത്തമമെന്ന് പറഞ്ഞാൽ നാളെ ഒരു 2 ആഴ്ച കൊണ്ട് ഈ പട്ടി മുഴുവൻ നശിച്ചു പോകുന്നു. കാരണം ആൾക്കാർ കാണാതെ പിടിച്ചുകൊണ്ട് പോയി തല്ലിക്കൊന്ന് കഴിക്കും. നമുക്കിവിടെ ഇങ്ങനെ ഇത് ഉണ്ടായത് തന്നെ കുറേ പട്ടിപ്രേമികളുണ്ട്. ആ പട്ടിപ്രേമികൾ കാരണമാണ് ഇതുണ്ടായത്. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഭൂമിയിലെ ആധിപത്യം ഉള്ളത്. അപ്പോൾ ആ മനുഷ്യന് ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യം വരിക എന്നുള്ളത് പാടില്ല. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ നീക്കിക്കളയാം. പിന്നെ പട്ടിപ്രേമികളെന്ന് പറഞ്ഞ് നടക്കുന്ന അലഞ്ഞിരിഞ്ഞ പട്ടികൾക്ക് വേണ്ടി ടൗണിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ജീപ്പേന് ഞാൻ വരും, ഇവൻ വണ്ടിയിൽ നടന്നുള്ള പട്ടിപ്രേമികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആദ്യം അവരുടെ വീട്ടിലേക്ക് കൊണ്ട് ഇത് വിട്ടുകൊടുക്കുക. നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രതിസന്ധികളിൽ ഒന്നാണ് തെരുവുനായ്ക്കളുടെ ശല്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികളാണ് തെരുവുനായ്ക്കൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മനുഷ്യർക്ക് അതിൻ്റെ പരിണിതഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഈ തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തെരുവുനായകളുടെ വലിയ രീതിയിലുള്ള ശല്യങ്ങളുണ്ട്. ഇന്ന് തിരുവനന്തപുരത്താണെങ്കിലും ഒരു വയോധികനെ കടിച്ചു. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം ഇതുവരെ സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കേസല്ല ഇത്. കാരണം വെച്ചാൽ കോടതി വിധികളെല്ലാം ഈ സർക്കാർ നടപ്പിലാക്കുന്നതിന് തടസ്സമുണ്ട്. ഇത് ചെയ്യുക എന്നുള്ളത് ഒന്നിൽ ഈ തെരുവ് നായ്ക്കളെ വന്ധ്യംകരണം നടത്തി തിരിച്ചു വിട്ടാലും ഇതൊക്കെ അങ്ങനെ ഷെൽട്ടർ പോലെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇതുങ്ങളെ താമസിപ്പിച്ചുകൊണ്ട് ഇതുങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ ചിലവാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനെ കൊല്ലുക എന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ തെരുവ് നായ്ക്കൾ കൂടുതലും വരുന്നത് ഈ നമ്മുടെ തെരുവിലുണ്ടാകുന്ന നായ്ക്കളൊന്നും അല്ല. ഈ വലിയ നായ്ക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ രോമം പൊഴിയോ അങ്ങനെയൊക്കെ ഉള്ളവരെ, അപ്പോൾ കൃത്യമായിട്ട് ഇതിന് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് കൊടുക്കണം. ഒരു നായ് ചത്തുപോയാൽ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയി കഴിഞ്ഞാൽ പഞ്ചായത്തിൽ അത് അറിയിക്കണം. ഇല്ലെങ്കിൽ ഇതിനെ ഉപേക്ഷിച്ചോ ഇല്ലയോ എന്ന് ഉള്ളതായിട്ട് കണക്കാട്ടി അവർക്കെതിരെ നടപടിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ തെരുവിലേക്ക് നായ്ക്കളെ ഇറക്കിയല്ല. അപ്പം ശക്തമായ നിയമം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ നഗരസഭ അങ്ങനെയുള്ള മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. കൃത്യമായ രജിസ്ട്രേഷൻ വേണം. രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞിട്ട് നായ്ക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ ആ നായ് മരിച്ചു പോവുകയാണെങ്കിൽ അത് രേഖാമൂലം നമ്മളെ മനുഷ്യൻ മരിക്കുമ്പോൾ അറിയിക്കണം. ഇല്ലെങ്കിൽ ഇതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കണം. അപ്പോൾ കൂടുതലും നമുക്കറിയാം ഇതുപോലുള്ള തെരുവ് നായ്ക്കളാണ്, അതായത് വീടുകളിൽ നിന്ന് വളർത്തി പൊട്ടിപ്പോകുന്നതും അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള അതാ കൂടുതലും. ഞാൻ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്ത ആളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ കൂടുതൽ നമ്മൾ ആ മേഖലയിൽ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും പിന്നെ ഈ മാലിന്യങ്ങളുടെയൊക്കെ പ്രശ്നം വരുമ്പം കൂടുതലും നായ്ക്കൾ ഈ അറവ് മാലിന്യങ്ങളൊക്കെ ഇപ്പോഴും കാറ്ററിംഗ് യൂണിറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴും ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ രാത്രിയാകുമ്പം ഇവർ വരുന്ന വഴിക്ക് റോഡിൽ ചാക്കുംപടി തട്ടിയേച്ച് പോവുക. ഇപ്പോൾ ചിക്കൻ്റെ ബാലൻസും വേസ്റ്റും പ്ലേറ്റും എല്ലാം കൂടി നമ്മൾ ഈ ആൾത്താമസം ഇല്ലാത്ത ഭാഗത്ത് പോയാൽ കാണാം റോഡിൽ ഇങ്ങനെ നിക്ഷേപിച്ചിട്ടേക്കുന്നത്. അത് ആ ഭാഗത്ത് തെരുവ് നായ്ക്കൾ കൂടുതലുണ്ടാവും സ്ഥിരമായിട്ട്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കാക്കനാട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇങ്ങോട്ട് കരിമുകളിലേക്ക് വരികയല്ലേ, ആ ഭാഗത്തൊന്ന് പോയാൽ കാണാം റോഡിൽ മുഴുവൻ വേസ്റ്റ് കൊണ്ട് ആളുകളിടും. ഈ ഫ്ലാറ്റിലെ വേസ്റ്റ് സ്കൂട്ടറെ കൊണ്ടുവച്ച് ഇങ്ങനെ കാലിന് തട്ടി താഴോട്ടിടും. അപ്പോൾ അവിടെ എല്ലാം നടന്നു പോകാൻ പോലും പറ്റിയില്ലാത്ത പോലെ. ഞാൻ കാക്കനാട് 3 കൊല്ലം ജോലി ചെയ്തയാളെന്നുള്ള നിലയിലാണ് ഇത് പറയുന്ന ആധികാരികമായിട്ട്. റോഡിലെ മാലിന്യ നിക്ഷേപവും ഈ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് നിർത്തിയാൽ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ സർക്കാർ ചെയ്തൊരു കാര്യം, അതുങ്ങളെ പിടിച്ചിട്ട് അതുപോലെ കുത്തിവെച്ച് അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഒരുപാട് മൃഗസ്നേഹികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പ്രകൃതി സ്നേഹികളും മൃഗസംരക്ഷണക്കാരുമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ പുഴയിലെല്ലാം മണൽ കിടപ്പില്ലേ, മണൽ വരാൻ സമ്മതിക്കുമോ? പുഴയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ ക്വാറി മുതലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാനൊരു വിഷയം ഇങ്ങനെ ഇതിനകത്ത് വന്നേ ഉള്ളൂ. ഇതല്ല വിഷയം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെല്ലാം ഈ പേയ്മെൻറ്റ് മേടിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അതിന് മാറ്റം വരുത്തണം. വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് പക്ഷേ മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നൊരു വിഭാഗം. മനുഷ്യൻ്റെ ഇപ്പം ആനയെ പിന്നെ കുത്തി ചവിട്ടി ഒരാൾ മരണപ്പെട്ടാൽ 10-14 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്.
ഒരു അതുകൊണ്ട് ആ കേസ് അങ്ങ് തീരും. ഇത് ഒരു പട്ടിയെ അടിച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ അറിയാതെ ഒരു കാട്ടുമൃഗത്തിൻ്റെ മരണം സംഭവിച്ചാൽ അവൻ അകത്ത് കിടക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് ഈ നമ്മുടെ സമൂലം നിയമങ്ങൾ മാറിയാലേ മാറ്റം ഉണ്ടാവുള്ളൂ. ചേട്ടന് ഇതിനൊരു കൃത്യമായൊരു പരിഹാരം എന്താണ് മനസ്സിൽ തോന്നുന്നത്? അത് ഞാൻ പറഞ്ഞ പരിഹാരം ഇത് പഞ്ചായത്ത് തലത്തിൽ കൃത്യമായി വീടുകളിൽ ഈ പക്ഷിമൃഗാദികളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായ മരുന്നുകളും ഇതെല്ലാം കൊടുക്കുന്നതിന് കാർഡ് വെച്ചിട്ട് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിന് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളുകൾ പോയി പരിശോധിക്കണം. എന്നിട്ട് ഒരു പട്ടി വളർത്തുന്ന പട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മരിച്ചെന്ന് പഞ്ചായത്തിൽ അറിയിക്കണം. ഇല്ലെങ്കിൽ അവർ ഉപേക്ഷിക്കപ്പെട്ടെന്നാണ്. മരിച്ചില്ലെങ്കിൽ അവരുടെ വീട്ടിലെ പട്ടിയില്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടില്ല. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണം. അങ്ങനെ കൃത്യമായ നടപടികളിലൂടെ അല്ലാതെ ഇതിനൊരു മാറ്റവും വരികയില്ല. ശല്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായ ശല്യമാണ് കുറവിലങ്ങാടും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്കൂള്, കോളേജ്, മറ്റ് LP സ്കൂളിലെ പല സ്കൂളുകൾ ഈ കുറവിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അത് കാരണം അനവധി പിള്ളേർ പല സ്ഥലങ്ങളിൽ നിന്നും കുറവിലങ്ങാട് ടൗണിൽ ഇറങ്ങിയിട്ടും നടന്ന് കാലയാത്രയായിട്ട് അവർ സ്കൂളിലേക്ക് പോകണം. ആ പോണ സമയത്ത് തെരുവുനായികളുടെ ആക്രമണം അതീവ ഗുരുതരമായ വിഷയങ്ങളാണ്. ഈ തെരുവുനായികളെ ഓരോരുത്തരും സ്വന്തം അവനവൻ്റെ ഈ കോമ്പൗണ്ടിൽ നിൽക്കുന്ന തെരുവുനായികളെ അവനവൻ തന്നെ നശിപ്പിച്ച് കളയാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഇതിന് ഒരു പരിധിവരെ ഇതിനൊരു നിയന്ത്രണം വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഈ തെരുവുനായികളെ ഈ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുകയും അങ്ങനെയുള്ള ഈ ഫുഡിൻ്റെ വേസ്റ്റല്ല ഇത് കിട്ടാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങൾ ഇന്ന് വളർന്നു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു തെരുവുനായികളെ ഉപദ്രവിക്കാൻ പോലും ഇപ്പം ചില ആളുകൾ സമ്മതിക്കുകയില്ല. അപ്പോൾ അതൊക്കെ തെരുവുനായികളുടെ അതിരൂക്ഷമായിട്ട് വളർന്നു വരുന്നതിനുള്ള സാഹചര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്താണെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒറ്റ തെരുവുനായികളെ കൂടാണ്ട് മുഴുവൻ എണ്ണത്തിനും കൊന്നെടുക്കേണ്ട വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. കാരണം പൊതുജനങ്ങൾക്കും ഈ പൊതുജനങ്ങളെന്ന് പറയുമ്പോൾ നടക്കാൻ പറ്റാത്ത ആളുകൾ, പ്രായമായ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരെ തെരുവുനായികൾ ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണിക്കുന്നത്. കാരണം അവരെ ചിലപ്പം ജീവന് വരെ വളരെയധികം ഭീഷണിയായി നേരിടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തക്കതായ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ നിഗമനം. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇന്ന് തന്നെയാണെങ്കിലും തിരുവനന്തപുരത്ത് ഒരു വയോധികൻ്റെ കൺപോള കടിച്ചു കയറി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൂടുതലും മൃഗസ്നേഹികളുടെ ഒരു സമീപനം നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. കാരണം പട്ടികളെ കൊല്ലരുത്, അവർക്കും ജീവനുണ്ടെന്നുള്ള, അപ്പം മനുഷ്യൻ്റെ ജീവനേക്കാളും കൂടുതൽ മൃഗങ്ങൾക്ക്, അതായത് ഇത്തരത്തിൽ തെരുവുനായികൾക്ക് ഒരു കൂടുതൽ സംരക്ഷണം നൽകുന്നവരും സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അതിനെക്കുറിച്ച് പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം പിതാക്കന്മാരെ വീട്ടിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു പട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ എന്നാ കാര്യം ഇരിക്കണേ? ഈ മനുഷ്യന് വിപത്ത് വരുന്ന ഏതൊരു ജീവികളെ നശിപ്പിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മനുഷ്യന് ജീവിക്കാനുള്ള അവസരം ഭൂമിയിലുണ്ടാകണം. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരിക്കലും പട്ടികളുടെ സ്വന്തം വീട്ടിലുള്ള ആളുകളുടെ കാരണവന്മാരെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളെ സ്നേഹിക്കാതെ വരുന്നവർ ഭക്ഷണം കൊടുക്കാത്ത ഒരാളുകൾ മൃഗസ്നേഹിയാണെന്നും പറഞ്ഞുകൊണ്ടുള്ള തെരുവുനായികളെ മുഴുവൻ അവരെ ഉപദ്രവിക്കാനും സമ്മതിക്കുകയല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കണേ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. അത് ആ നിലപാട് തന്നെ ഒരിക്കലും ശരിയല്ല. അതിനൊക്കെ തക്കതായ ഒരു നിയമം നടപടി ഈ രാജ്യത്തുണ്ടാകേണ്ടതാണ്. പരിഹാരം എന്ന് പറയുന്നത് ഇതിനെ കൂടുതലുണ്ടാകുന്നുണ്ടല്ലേ, ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുക. തെരുവിൽ കാണുന്ന പട്ടീനെയൊക്കെ എന്ത് കാണിച്ചിട്ടാണേലും ദയാവേദം ഒന്നും പറയാൻ പറ്റിയില്ല. അതിനൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. അതിന് വേറെ പരിഹാരമൊന്നുമില്ല. ഇതിന് ഓരോ ഉപാധി വരുമ്പോഴത്തേനാണ് ഇങ്ങനെ ഓരോന്നിനും മറികടന്ന് പോകുമ്പോൾ അവർക്കെന്നും നിലനിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും പട്ടികൾക്ക്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ ഈ തെരുവിൽ കാണുന്ന മുഴുവൻ സാധനങ്ങളെ നശിപ്പിച്ച് കളയാനുള്ള സംവിധാനം ഉണ്ടാകും. തായ്ലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ പട്ടീനെയൊക്കെ അവർ കറി വെച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടാകുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. പട്ടി പാമ്പൊക്കെ അവരവിടെ നിന്ന് ഈ ചൂട്ട് കഴിച്ചൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് കഴിക്കും. ഇവിടെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടർ പറഞ്ഞാൽ ഈ പട്ടി മാംസം ക്യാൻസറിന് ഉത്തമമെന്ന് പറഞ്ഞാൽ നാളെ ഒരു 2 ആഴ്ച കൊണ്ട് പട്ടി മുഴുവൻ നശിച്ചു പോകും. കാരണം ആൾക്കാർ കാണാതെ പിടിച്ചുകൊണ്ട് പോയി തല്ലിക്കൊന്ന് കഴിക്കും. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഡോക്ടർമാർക്ക് ഇപ്പോൾ എല്ലാം കള്ളത്തരമല്ല കാണിക്കണേ. ആ കള്ളത്തരം കാണിക്കുക ഏതെങ്കിലും ഡോക്ടർക്ക് കോടികൾ കൊടുത്തേച്ച് ഇങ്ങനെ സംവിധാനം ചെയ്താൽ മതി. ചേട്ടൻ, നമുക്കിപ്പോൾ അറിയാം കേരളത്തിൽ കൂടുതലും പട്ടികളുടെ, അതായത് തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് ഒരു വയോധികൻ്റെ കൺപോള കടിച്ചു കയറി. അത്തരത്തിൽ ഒരുപാട് പട്ടികളെ കൊണ്ടുള്ള ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ ഒരു രീതിയിലുള്ള ഒരു പരിഹാര മാർഗ്ഗം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ചേട്ടൻ്റെ ഒരു പ്രതികരണം എന്താണ് ഇതിനെക്കുറിച്ച്? പരിഹാര മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ഇത് ഉണ്ടായത് തന്നെ കുറേ പട്ടിപ്രേമികളുണ്ട്. ആ പട്ടിപ്രേമികൾ കാരണമാണ് ഇതുണ്ടായത്. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഭൂമിയിലെ ആധിപത്യം ഉള്ളത്. അപ്പോൾ ആ മനുഷ്യന് ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യം വരിക എന്നുള്ളത് പാടില്ല. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ നീക്കിക്കളയാം. പിന്നെ പട്ടിപ്രേമികളെന്ന് പറഞ്ഞ് നടക്കുന്ന അലഞ്ഞിരിഞ്ഞ പട്ടികൾക്ക് വേണ്ടി ടൗണിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ജീപ്പേന് ഞാൻ വരും, ഇവൻ വണ്ടിയിൽ നടന്നുള്ള പട്ടിപ്രേമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആദ്യം അവരുടെ വീട്ടിലേക്ക് കൊണ്ട് ഇത് ഇട്ട് കൊടുക്കുക.
പട്ടിയെ പിടിച്ചിട്ട് അവരുടെ ഈ പട്ടി പ്രേമികളുടെ വീടുകളിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് സംരക്ഷിക്കാൻ പറയാം. ഇല്ലെങ്കിൽ അതിനെയൊക്കെ ഈ ക്രൂരമായിട്ടുള്ള മൃഗങ്ങളുണ്ട്. മൃഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത രീതിയാണ് പട്ടികളെ പറഞ്ഞത്. അവരായി ഈ ഇതിന് ആനുകൂല്യം പറഞ്ഞത്. അപ്പോൾ അതിനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൊരു മാർഗ്ഗമുള്ളൂ. അല്ലെങ്കിൽ അതിന് പറ്റിയ ഷട്ടർ അതും ഉണ്ടാകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പെരുകുക. അതിനെ എവിടെ കൊണ്ട് സംരക്ഷിക്കും? അതിനുള്ള വളയുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. അപ്പം തെരുവ് നായ വർദ്ധിക്കുന്നതിന് ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വില കൂടിയ പട്ടികളെ വാങ്ങി ഒരു പ്രായം കഴിയുമ്പോൾ അതിൻ്റെ രോമം പൊഴിയുമ്പം അങ്ങനത്തെ രീതിയിൽ അവരെ കൊണ്ട് ഉപേക്ഷിക്കുന്ന വഴിയരികിൽ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത ഇപ്പം നമ്മുടെ കേരളത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പം അതൊരു കാരണമല്ല ഈ തെരുവ് നായ വർധനവിനുള്ള. അങ്ങനെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വളർത്തുന്നവർക്ക് പണ്ടൊക്കെ പട്ടിക്ക് മൃഗങ്ങളെ വളർത്തുന്നതിന് ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ എത്ര മൃഗങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളർത്തുന്നവരുടെയൊക്കെ അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അവർക്കൊരു ശിക്ഷ കൊടുക്കണം. അത് പാടില്ലത്. അങ്ങനെ വഴിയിൽ വഴിച്ചെറിയാനുള്ളതല്ല. മൃഗങ്ങളെ സ്നേഹിക്കുന്നത് വലിച്ചെറിയുമോ? അപ്പോൾ അവൻ്റെ ആത്മാർത്ഥമല്ല. അവനതിനകത്ത് നിന്നും ബിസിനസ്സാണത്. കാരണം ഒരു പട്ടിക്കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ കിട്ടുന്ന പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനത്തെ ഇത് ഇവൻ്റെ വിവാഹം കഴിയുമ്പോൾ വഴിക്ക് വലിച്ചെറിയും. അത് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ശിക്ഷകൾ കൊടുത്ത് അതിനെ ഒഴിവാക്കിക്കുക എന്നുള്ളതാണ്. ബാക്കി അലഞ്ഞിരുന്ന് നടക്കുന്ന സർക്കാർ അതിൽ ഒന്നുകിൽ അതിനുള്ള ഷെൽട്ടർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുക എന്നുള്ളതേ ഉള്ളൂ. ഈ യാതൊന്നിനും ഗുണമില്ലാത്ത ഒരാളെ നമുക്ക് എന്തിനാ അവിടെ? ഉപദ്രവങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന ഒരു പട്ടിയെ കടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് കൊടുക്കാൻ പറ്റുമോ? ഈ കുഞ്ഞുങ്ങളെ കടിച്ചു കഴിഞ്ഞാൽ അതിന് ഇവർക്ക് പിന്നെ ഒരു കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റുമോ? മരിച്ചുപോയി കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് സർക്കാർ ശക്തമായ ഒരു പ്രതിഷേധം എടുത്ത് നടപടി എടുത്ത്. ഇപ്പോൾ കോടതി വിധി ഉണ്ടല്ലോ, ദയാവധം കൊടുക്കാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പുറകെ നടക്കുന്നത് പറ്റില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവർക്കാണ് ആദ്യമേ കൊടുക്കേണ്ടത്. പട്ടികളെ കൊല്ലുക എന്നുള്ളത് ഒരു നല്ല പ്രവണതയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുടുംബത്തിൽ 4 പട്ടിയുണ്ട്. ഞാൻ അതിൽ ചെല്ലുമ്പോൾ എൻ്റെ നേരെ ചാടി വരിക. ഇതിങ്ങനെ മടുത്ത് അവസാനം ഇത് കൊല്ലാൻ അവരോട് ഞാൻ ആവശ്യപ്പെട്ടു. അല്ല, ഞാൻ പരാതി കൊടുക്കുമെന്ന് പറയും. പഞ്ചായത്തിൽ പരാതി കൊടുക്കും, കളക്ടർക്ക് പരാതി കൊടുക്കുമെന്നൊക്കെ പറയും. എന്നതായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൽ ഒരു പ്രധാന പട്ടിയെ കാണാതെയായി. അവസാനം പിന്നെ പിന്നെ 2 എണ്ണേ ഉള്ളൂ. ബാക്കിയുള്ളതിനെയൊക്കെ കൊന്നു അവർ തന്നെ കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇപ്പോൾ കാണാനില്ല. അവർ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ നാട്ടിലൊക്കെ പിന്നെ വരേണ്ടതാണ്. അതിനകത്ത് ശരിയായ കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.